കളമശ്ശേരിയിൽ പെൺകുട്ടി ആക്രമിച്ച് സ്വർണം കവർന്ന വാർത്ത അങ്ങേയറ്റം നെറ്റിലൂടെയാണ് നമ്മൾ കേട്ടത്. എപ്പോഴും ആളുകൾ ഉണ്ടാകുന്ന നഗരഭാഗത്ത് വെച്ചായിരുന്നു ഈ കവർച്ച. അതും രാത്രി 8:30 സമയത്ത്. അത്രത്തോളം ഇരുട്ടുന്ന സമയമല്ല. എന്നാൽ അതിലും ഞെട്ടിക്കുന്ന കാര്യമാണ് പ്രതി പിടിയിലായ ശേഷം പുറത്തു വരുന്നത്. പ്രതി ലക്ഷ്യമിട്ടത് നിസാര മോഷണമല്ല, പീഡനമാണെന്ന ഞെട്ടിക്കുന്ന വാർത്ത പോലീസ് വെളിപ്പെടുത്തുന്നു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. പ്രതി പാലക്കാട് അഗളി സ്വദേശിയാണ്. ഇവിടെ പത്തടിപ്പാലത്ത് വർക്ക് ചെയ്യുന്ന പ്രതി ഇവിടെ കൂട്ടുകാരെ ഒന്നിച്ച് മദ്യപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരികയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ നമ്മുടെ അൽജീവിത ആ വഴി വരികയുണ്ടായിരുന്ന അൽജീവിതയുടെ കയ്യിൽ നിന്നും പണവും അതുപോലെ തന്നെ അൽജീവിതയെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പ്രതി തീരുമാനിക്കുകയും ഒരു ഇൻസിഡന്റ് നടക്കുകയാണ് ഉണ്ടായിരുന്നത്. പ്രതിയെ ഇന്നലെ പ്രതിയുടെ സ്വദേശം പാലക്കാട് അഗളി വീട്ടിൽ നിന്നും പിടിക്കാൻ നേരം പ്രതിയുടെ കയ്യിൽ നിന്നും കവർച്ചയ്ക്ക് യൂസ് ചെയ്ത വണ്ടിയും അതുപോലെ തന്നെ ഈ അജീവിതയുടെ മൊബൈൽ ഫോണും റിക്കവർ ചെയ്യുകയുണ്ടായി. പ്രതിനെ ഡീറ്റെയിൽഡായിട്ട് ചോദ്യം ചെയ്തതെന്നും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. മദ്യമേറ്റിയ വൈകൃതത്തിൽ നിന്ന് നടന്നു പോകുകയായിരുന്ന പെൺകുട്ടിയുടെ തലയിൽ മുണ്ടിട്ട ശേഷം പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിടച്ചതോടെ അയാൾ കയ്യിലുള്ള പേഴ്സുമായി മുങ്ങി. അങ്ങേയറ്റം അധമനായ അയാളെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനും വലിയ വിപത്ത് വന്നേനെ. എന്തായാലും മദ്യലഹരിയിലായിരുന്നു ഈ അതിക്രമം. ഇതുമായി ബന്ധപ്പെട്ട് ലാൽകൃഷ്ണ തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ടിലേക്കാണ് ഇനി ആ റിപ്പോർട്ടിൽ. ഇക്കഴിഞ്ഞ മാർച്ച് 15-ന് കളമശ്ശേരിയിൽ നടന്നത് അതിക്രൂരമായ ഒരാക്രമണമാണ് എന്നതാണ് പോലീസിന്റെ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതൊരു ആക്രമണത്തിൽ മാത്രം അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ആളൊഴിഞ്ഞ സമയത്ത് ആളൊഴിഞ്ഞ ഇടത്ത് ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്ന കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവതി, ആ യുവതിയെ പുറകിൽ നിന്ന് മുണ്ടുകൊണ്ട് മുഖം മറച്ച് റെയിൽവേ പാലത്തിന്റെ ഭിത്തിയിൽ മുഖം അമർത്തി ഇടിക്കുക, മുഖം അടിച്ച് തകർക്കാൻ ശ്രമിക്കുക, അതിനുശേഷം അവരുടെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും അടക്കം കവർന്നുകൊണ്ട് രക്ഷപ്പെടുക. ശാസ്ത്രീയമായ തെളിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് അഗളി സ്വദേശിയായിട്ടുള്ള യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളുടെ വീട്ടിൽ നിന്നാണ് പോലീസിന് ഇയാളെ കസ്റ്റഡി എടുക്കാൻ സാധിക്കുന്നത്. ആ ഭാഗത്ത് പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടാതിരുന്നതിനെ തുടർന്ന്, സാക്ഷികളില്ലാത്തതിനെ തുടർന്നാണ് CCTV ക്യാമറകളെ ആശ്രയിക്കാൻ തുടങ്ങിയത്. ഏകദേശം 200-ലേറെ ക്യാമറകളും 4 ജില്ലകളിലെ പരിശോധനയുമാണ് ഈ പ്രതിയിലേക്ക് കൃത്യമായി എത്താൻ പോലീസിന് സാധിച്ചത് എന്ന് എറണാകുളം DCP തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കണ്ടെത്തിയ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇയാൾ രക്ഷപ്പെട്ടത് ഒരു സ്കൂട്ടറിലായിരുന്നു, ഒരു ഇരുചക്ര വാഹനത്തിലായിരുന്നു. ഈ വാഹനം ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെയും വീട്ടിൽ നിന്ന് തന്നെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതിനോടൊപ്പം ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ, അതോടൊപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസ, ബാഗ് എന്നിവയും കണ്ടെടുത്തു. പക്ഷേ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത് കേവലം ഒരു ആക്രമണം മാത്രമായിരുന്നില്ല, ഒരു ലൈംഗിക അതിക്രമത്തിന്റെ ശ്രമം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ബോധ്യപ്പെട്ടത്. അതായത് മദ്യലഹരിയിലായിരുന്ന പ്രതി ആ വല വീശി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ പെൺകുട്ടി അതിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം 24 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. അവർ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിയാണ്. ആ സമയത്ത് പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പെൺകുട്ടി ശക്തമായി തന്നെ ചെറുത്തു നിൽക്കുന്നു, പ്രതിരോധിക്കുന്നു, എതിരെ ആക്രമിക്കുന്നു. ആ ആക്രമണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പ്രതി ഇവരെ മുഖം മറയ്ക്കുകയും റെയിൽവേ പാലത്തിന്റെ ഭിത്തിയിലേക്ക് മുഖം ചേർത്ത് വെച്ച് കൈകൊണ്ട് ഇടിക്കുകയും മുഖം ആക്രമിച്ച് മുഖത്ത് കാര്യമായ പരിക്കുകൾ വരുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പെൺകുട്ടി ആരോഗ്യനില പൂർണ്ണമായി വീണ്ടെടുത്തിട്ടില്ല, അപകടനില തരണം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന പ്രതിയെ തിരിച്ചറിയേണ്ടത് കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് പുറത്തേക്ക് തരാൻ കഴിയുക. എന്താണെങ്കിലും അതിക്രൂരമായി നടത്തിയ ഒരു അതിക്രമം, ആ അതിക്രമത്തെ അതിജീവിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് വരുന്നു. ആ അതിക്രമത്തിന് കാരണക്കാരായവരെ പോലീസ് ഏകദേശം 10 ദിവസത്തിനുള്ളിൽ തന്നെ പിടികൂടുന്നു എന്നുള്ളതാണ്. ഈ സ്വർണ്ണാഭരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ അത്ര സുരക്ഷിതമാണോ കാര്യങ്ങൾ പോകുന്നത് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരഹൃദയത്തിൽ 2000-ലേറെ ക്യാമറകൾ ഉടൻ തന്നെ സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ട് കാലം 3 കഴിഞ്ഞു. ഇതുവരെ ക്യാമറകളുടെ സ്ഥാപിക്കൽ പൂർത്തിയായിട്ടില്ല. മാത്രമല്ല സുരക്ഷിതമായ പട്രോളിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഈ അപകടത്തിലേക്ക്, ഈ മർദ്ദനങ്ങളിലേക്ക്, ഇത്തരം സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നതുകൂടിയാണ് സുഹൈൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.